വാർത്തകൾ വിശദമായി. 19 പേർ കൊല്ലപ്പെട്ട കർണൂൽ ബസ് തീപിടുത്തവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പുതിയ വഴിത്തിരിവ്. അതേ റൂട്ടിൽ സഞ്ചരിച്ച മറ്റൊരു ബസിന്റെ ഡ്രൈവറാണ് അപകടം ഉണ്ടാക്കിയതെന്നും ഇയാൾക്കായി തിരച്ചിൽ തുടങ്ങിയതായും ആന്ധ്ര പോലീസ് അറിയിച്ചു. ഒക്ടോബർ 24-ന് ഇരുചക്ര വാഹനത്തിൽ ഇടിച്ചതിനെ തുടർന്ന് ലക്ഷറി ബസ് തീപിടിച്ച് ചാമ്പലായ സംഭവത്തിൽ 19 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന ബസ്സിൽ 43 പേരുണ്ടായിരുന്നു. കർണൂൽ ജില്ലയിലെ ഉലന്തകൊണ്ടയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. മദ്യപിച്ച് ബൈക്ക് യാത്രക്കാരൻ നിയന്ത്രണം തെറ്റി ബസ്സിനിടിക്കുകയും ബൈക്കിന്റെ പെട്രോൾ ടാങ്ക് തകർന്ന് തീപിടിച്ച് ബസ് കത്തുകയുമായിരുന്നു എന്നാണ് പോലീസ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ ബൈക്കിൽ ആദ്യം ഇടിച്ചത് മറ്റൊരു ബസ്സാണെന്ന് ഇപ്പോഴത്തെ കണ്ടെത്തൽ. അപകടത്തിൽപ്പെട്ട ബൈക്ക് റോഡിന് നടുവിൽ കിടക്കുമ്പോഴാണ് ഹൈദരാബാദ് ബംഗളൂരു കാവേരി ട്രാവൽസ് ബസ് ഇതുവഴി പോകുന്നത്. ബസ് 300 മീറ്ററോളം ബൈക്കിനെ വലിച്ചിഴച്ച ശേഷമാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്നും ബസ്സിന് തീപിടിച്ചതെന്നും പോലീസ് കരുതുന്നു. ബൈക്ക് യാത്രക്കാരനായ ശിവശങ്കർ മദ്യപിച്ചിരുന്നതായും ബംഗളൂരുവിലേക്കുള്ള ബസ് ബൈക്കിൽ ഇടിക്കുന്നതിന് മുൻപ് അയാൾ മറ്റൊരു അപകടത്തിൽപ്പെട്ടിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ശിവശങ്കറിന് അപകടം സംഭവിച്ചപ്പോൾ ഡ്രൈവറിന് സമീപമാണ് ബൈക്ക് വീണത്. ശങ്കർ ഡിവൈഡറിൽ തലയിടിച്ച് തൽക്ഷണം മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന യെരിയുസ്വാമി ഡിവൈഡറിലേക്ക് വീണുവെന്ന് കർണൂൽ DIG K പ്രവീൺ ഇന്ത്യ എക്സ്പ്രസിനോട് പറഞ്ഞു. ഡിവൈഡറിലെ പുല്ലിൽ വീണതുകൊണ്ടാണ് യെരിയുസ്വാമി രക്ഷപ്പെട്ടത്. സമീപത്തെ പെട്രോൾ പമ്പിലെ CCTV ദൃശ്യങ്ങളിൽ അപകട സ്ഥലത്ത് കൂടി 14 വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാമെന്ന് പോലീസ് പറഞ്ഞു. ഡിവൈഡറിന് സമീപം മറിഞ്ഞുകിടന്ന ബൈക്കിന് ഒരു ബസ് റോഡിന് നടുവിലേക്ക് വലിച്ചൊഴിച്ച് അവിടെ ഉപേക്ഷിച്ചു. അതുവഴി കടന്നുപോയ 15ാമത്തെ വാഹനമായ കാവേരി ട്രാവൽസ് ബസ് ബൈക്കിലിടിക്കുകയും 300 മീറ്ററോളം വലിച്ചിഴയ്ക്കുകയും ചെയ്തു. ഇതിനുശേഷം ബൈക്കിന്റെ ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് DIG പറയുന്നു. കേസുമായി ബന്ധപ്പെട്ട് ബസ് ഡ്രൈവർ M ലക്ഷ്മയ്യ, ഉടമ വേമൂരി വിനോദ് കുമാർ എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. തീയിൽ കുടുങ്ങി യാത്രക്കാരെ രക്ഷിക്കാൻ സഹായിച്ച 2ാമത്തെ ഡ്രൈവർ ശിവനാരായണനെതിരെ കേസെടുത്തിട്ടില്ല. ലക്ഷ്മയ്യയെ ബുധനാഴ്ച ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു.